LDFിന്റെ ഉരുക്കുകോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പത്തനാപുരത്ത് രാഷ്ട്രീയ സമവാക്യങ്ങൾ അടിമുടി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ദീർഘകാലമായി KB ഗണേഷ് കുമാറിന്റെ അപ്രമാദിത്വം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന സൂചനകളാണ് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ LDFിനും ഗണേഷ് കുമാറിനും പത്തനാപുരത്ത് കനത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തെ തുണച്ചിരുന്ന മണ്ഡലത്തിൽ UDF വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം ഇടതുപക്ഷത്തിന് കൈമോശം വരുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാകുന്നത്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും UDF നേടിയ അപ്രതീക്ഷിത വിജയം ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ ആകെയുള്ള 14 വാർഡുകളിൽ 10 പിടിച്ചെടുത്ത് UDF വലിയ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ LDFിന് വെറും 4 സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. അതുപോലെ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ 20 വാർഡുകളിൽ 10 UDF വിജയിച്ചപ്പോൾ LDFിന് 7 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പട്ടാഴി, വടക്കേക്കര ഉൾപ്പെടെയുള്ള മേഖലകളിൽ 50 വർഷത്തിന് ശേഷമാണ് UDF അധികാരം തിരിച്ചു പിടിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഗണേഷ് കുമാറിന്റെ ധാർഷ്ട്യത്തിനും തറവാടിത്ത മഹിമയ്ക്കും പത്തനാപുരത്തെ സാധാരണക്കാരായ ജനങ്ങൾ നൽകിയ മറുപടിയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്. ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന ഘടകമായി വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയുടെ സജീവമായ ഇടപെടലുകളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും മണ്ഡലത്തിൽ നിന്ന് പിന്തിരിയാതെ ജനങ്ങൾക്കിടയിൽ തന്നെ തുടരാൻ അദ്ദേഹം കാണിച്ച ആർജവം UDFിന് വലിയ കരുത്തായി മാറി. പത്തനാപുരത്തെ 30,000-ഓളം വീടുകൾ ഇതിനോടകം സന്ദർശിച്ചും മണ്ഡലത്തിലെ ഓരോ സുഖദുഃഖങ്ങളിലും ഭാഗഭാക്കായും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടി. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തോറ്റ സ്ഥാനാർത്ഥികൾ മണ്ഡലം വിട്ടു പോകുന്നതാണ് പതിവ് രീതി. ഇതിൽ നിന്നും വ്യത്യസ്തമായി സജീവമായ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹിക ഇടപെടലും നടത്തി ജ്യോതികുമാർ ചാമക്കാല അവിടുത്തെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടുകയായിരുന്നു. ഗണേഷ് കുമാറിനെതിരെ ജ്യോതികുമാർ ചാമക്കാല നടത്തുന്ന രാഷ്ട്രീയ പോരാട്ടം വോട്ട് വിഹിതത്തിലും വലിയ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. NSS വോട്ടുകൾ നിർണായകമായ പത്തനാപുരത്ത് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എന്ന നിലയിലുള്ള ഗണേഷ് കുമാറിന്റെ സ്വാധീനത്തെയും മറികടക്കാൻ UDFിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഗണേഷ് കുമാർ പുലർത്തിയിരുന്ന 15,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം മറികടക്കാൻ ഇത്തവണ UDFിന് എളുപ്പമാകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലും UDFിന്റെ വോട്ട് വിഹിതത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കണക്കുകൾ പ്രകാരം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ UDFിന് വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് ക്യാമ്പുകളിൽ പ്രകടമാണ്. ഉമ്മൻചാണ്ടിയെ ചതിച്ച വ്യക്തി എന്ന ലേബൽ ഗണേഷ് കുമാറിന് UDF വോട്ടർമാർക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു. പത്തനാപുരത്തെ കോൺഗ്രസുകാർക്കിടയിൽ ഉണ്ടായിരുന്ന ഭിന്നതകൾ പരിഹരിക്കാനും അണികളെ ഒന്നിപ്പിക്കാനും ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് സാധിച്ചു എന്നത് ചെറിയ കാര്യമല്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റ വാർഡുകളിൽ പോലും പ്രവർത്തകരെ ചേർത്തു നിർത്താനും അവർക്ക് ഊർജ്ജം നൽകാനും അദ്ദേഹം കാണിക്കുന്ന മനസ്സ് പത്തനാപുരത്തെ രാഷ്ട്രീയ ചിത്രത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ്. കേരള കോൺഗ്രസ് B സ്ഥാനാർത്ഥികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും പരാജയപ്പെട്ടത് ഗണേഷ് കുമാറിനുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. പത്തനാപുരം ഇനി ഗണേഷ് കുമാറിന്റെ കോട്ടയല്ലെന്നും മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയെന്നും തെളിയിക്കുന്നതാണ് നിലവിലെ സാഹചര്യങ്ങൾ. പത്തനാപുരം എന്ന മലയോര മണ്ഡലത്തിന്റെ ഭൂപ്രകൃതിയും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ജ്യോതികുമാർ ചാമക്കാല വരും നാളുകളിൽ ഗണേഷ് കുമാറിന് കനത്ത വെല്ലുവിളിയാകും. ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും വോട്ടർമാരെ ഒരുപോലെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. പത്തനാപുരം UDFിന് ഒരു സുരക്ഷിത മണ്ഡലമായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. രാഷ്ട്രീയ വൈരത്തിനപ്പുറം ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശൈലി ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്ത് വിജയകരമായി നടപ്പിലാക്കി കഴിഞ്ഞു. ഇതിനെ പ്രതിരോധിക്കാൻ ഗണേഷ് കുമാറിനും LDFിനും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും.